ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ദിൽകുഷ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ദിൽകുഷ് പോള എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. ഇതിന് മുൻപ് ഒരുപാട് പോള റെസിപ്പി ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് ഈ ദിൽകുഷ് പോള ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. ഫില്ലിംഗ് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുൻപായിട്ട് കുറച്ച് ബദവും അതുപോലെ തന്നെ കാഷ്നട്ടും ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കൂടെ തന്നെ ഒരു 2 ഈത്തപ്പഴം കൂടെ എടുക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി പോളയുടെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടറാണ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള. ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ആൽമണ്ടും കാഷ്നട്ടും ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരൊന്ന് വറുത്തെടുക്കാം. അടുത്തത് 1/4 കപ്പിന്റെ പകുതി യെല്ലോ റൈസിൻസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് റൈസിൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൈസിൻസ് ഒന്ന് ബബിൾസ് ആയി വരുമ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് വറ്റിയെടുക്കാം. തേങ്ങ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഈത്തപ്പഴം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾ ഈത്തപ്പഴം ചേർക്കാത്ത ഫില്ലിങ്സ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കണം. കാരണം ദിൽകുഷിന് അത്യാവശ്യം മധുരം വേണം കേട്ടോ. ഇനി ഫില്ലിങ്സിന് ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര ആകുമ്പോഴേക്ക് ഇതിൽ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ ടൂട്ടി ഫ്രൂട്ടി കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1/4 കപ്പ് മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, അതിനോട് പറയാൻ വിട്ടുപോയതാ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ചൂട് മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത്രയായാൽ മതി. ആ ചൂടിലൊന്ന് ആ ടൂട്ടി ഫ്രൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫില്ലിങ് തണുത്ത് വരുമ്പോഴേക്ക് ഒരു 5 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കേക്കിനൊക്കെ പതപ്പിച്ചെടുക്കുന്നത് പോലെ അങ്ങ് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ പഞ്ചസാര അതിലേക്കൊന്ന് മെൽട്ടായി കിട്ടണം. അതങ്ങനെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പോള സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ പഞ്ചസാരയുടെ തരികൾ ഉണ്ടെങ്കിലില്ലേ, ചൂടാവുമ്പോൾ ചിലപ്പോൾ അത് കാരമൽ പോലെ ആയിട്ട് പോള ഫ്ലോപ്പ് ആവാൻ വഴിയുണ്ട്. അതുകൊണ്ട് പറയാമെന്ന് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്നിങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കൂടിപ്പോയാൽ നമുക്കത് ബൈൻഡായി കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പാല് ചേർക്കുമ്പോൾ അതിന് കണക്കാക്കി ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. നമുക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം. എൻ്റെ കണ്ടോ 1/4 കപ്പ് മുഴുവൻ എടുത്തിട്ടില്ല. പാലിതാ ഇത്രയും ബാക്കിയുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഏലക്ക പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ പാനിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഞാനിപ്പോൾ ഒരു 6-7 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സൈഡ് വശത്തുള്ള ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. മുഴുവനും കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഈ ബ്രൗൺ പാർട്ട് കളയണ്ട കേട്ടോ. അതൊന്ന് പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ വേറൊരു റെസിപ്പി ചെയ്യുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പോള സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് കുറച്ച് ഗീയോ ബട്ടറോ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ മുട്ട ഒന്ന് അടിച്ച് മാറ്റി വെച്ചതല്ലേ, അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് പീസസ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ പോള പാത്രത്തിൽ വെച്ച് കൊടുക്കുക. ഇനി ഇത് വെച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒന്ന് കയറ്റി വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. നമ്മൾ പിന്നെ പപ്സ് പോളയൊക്കെ ചെയ്യുമ്പം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതേ കണക്കന്നെ ഇതിന് മുൻപ് ചെയ്ത പോളയൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. കണ്ടവർക്ക് മനസ്സിലാവും. എൻ്റെ പഴയ സബ്സ്ക്രൈബ്സിനൊക്കെ ഈ ഭാഗം പരിചയമുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വന്ന ബ്രെഡ് പീസസ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ്. പിന്നെ നല്ല വോളിയത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കയറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ബ്രെഡ്. എന്നിട്ട് എവിടെയൊക്കെയാണോ ഗ്യാപ്പ് അവിടെയൊക്കെ പിന്നെ ബ്രെഡ് പീസസ് വെച്ചിട്ട് ഒന്ന് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തെടുക്കുക. ഇനി ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ നല്ല റൗണ്ട് ഷേപ്പിൽ ഞാൻ കറക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ വോളിയം. ഇനി നമ്മൾ മാറ്റി വെച്ച ഈ ഫില്ലിങ്സ് ഇല്ല, അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടല്ലേ. എന്നിട്ട് അത് ഇതിലേക്ക് അങ്ങ് നിറച്ച് കൊടുക്കുക. ഇനി നിറച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അത് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ നോക്കാം. എന്നാലന്ന് അതിൻ്റെ മേൾഭാഗത്ത് നമുക്ക് ഇനി പീസ് വെച്ചിട്ട് ബ്രെഡ് പീസസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാനുള്ളതല്ല, അതിനുള്ളൊരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്നാണ് നമുക്ക് കവർ ചെയ്ത് വരുമ്പോൾ പിന്നെ അത് ഇതിലേക്ക് കൂടെ ഒന്ന് പുറത്തേക്ക് വരരുതല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പതിഞ്ഞിരുന്നോളൂ കേട്ടോ. ഇനി ബാക്കി വന്ന മുട്ടയില്ല, അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കി വെച്ച ബ്രെഡ് പീസസ് അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിക്ക് നേരത്തെ പോലെ കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെ സെൻറ്ററിൽ വെച്ചിട്ട്
വെച്ചിട്ട് പരത്തി അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അങ്ങ് കവർ ചെയ്തെടുക്കുന്നില്ല. ബ്രെഡ് പീസസ് മുഴുവൻ വെച്ച് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു സ്പൂണോ സ്പാച്ചിൽ വെച്ചിട്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ബാക്കി വന്ന മുട്ട ഉണ്ടല്ലോ അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഈ സൈഡ് വശത്തോട് കൂടിയിട്ട് സെൻറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് അതൊക്കെ ഒന്ന് ഫില്ലായി കിട്ടും കേട്ടോ. ഇനി അഥവാ മുട്ട ബാക്കി വന്നിട്ടില്ലെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. പഞ്ചസാര പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായി മെൽട്ട് ആവണം, അത്ര തന്നെ. ഇനി ഇതാ നമ്മൾ മാറ്റി വെച്ച ടൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതൊരു കാണാനുള്ള ഭംഗി വന്ന് കഴിക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അതിനകത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അതിലങ്ങ് പതിഞ്ഞിരുന്നുള്ളൂ. പിന്നെ മുട്ടയുണ്ടല്ലോ എന്നിട്ട് പോരെങ്കിൽ എവിടെയൊക്കെ ഗ്യാപ്പ് വീണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഇനി എന്നും പറയുന്നത് പോലെ തന്നെ ഉപയോഗിക്കാത്ത ഏതെങ്കിലും തവയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലെയിം കൺട്രോളർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വേണം പോളാപാത്രം വെച്ച് കൊടുക്കാൻ. പഴയ സബ്സ്ക്രൈബറൊക്കെ ആണെങ്കിൽ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഗ്ലാസ്സിലിട്ടാണെങ്കിൽ അതിന് റോൾസ് ഉണ്ടാവുമല്ലോ, അതിന് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം പോള ആക്കിയെടുക്കാൻ. ഇനി 25 മിനിറ്റ് 30 മിനിറ്റ് ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. എൻ്റെ ഒരു 25 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടോ ആ സൈഡ് വശമൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ കുക്കായി നോക്കാം. ഇതുപോലെ ഒരു കൊള്ളിയോ സ്ക്വയറോ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടെങ്കിൽ അത് കുക്കായി എന്നർത്ഥം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാനിലോട്ട് ബട്ടറോ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അതിലേക്ക് അങ്ങ് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഈ പാന് ഞാൻ ഇതേ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് 3 മിനിറ്റോ 4 മിനിറ്റോ അതിൽ കൂടുതലാവരുത് കേട്ടോ. കാരണം ടൂട്ടി ഫ്രൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അടിക്കി പിടിക്കാൻ വഴിയുണ്ട്. ഇത് കണ്ടോ നന്നായിട്ടായി വന്നിട്ട് ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഫ്ലെയിം കൺട്രോളറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ ഒട്ടും കരിയില്ല കേട്ടോ. ഈ സമയത്തും അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഓൾസ് ഉണ്ടെങ്കിൽ അതിനും എന്തെങ്കിലും ഒന്ന് വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് അത്രയും വേണ്ട കേട്ടോ. കൂടുതൽ സമയം വെക്കരുത്. ഫ്ലെയിം ഓരോരുത്തരുടെ ഡിഫറൻറ്റ് ഉണ്ടാവും, എന്നാൽ ഞാൻ പറയാമെന്ന് കേട്ടോ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ദിൽഖുഷ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വന്ന് നല്ല കാണാനും ഭംഗിയുണ്ട്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും കേട്ടോ. കണ്ടോ സൈഡ് വശമൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്തെടുത്തപ്പോൾ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, വെറുതെ പറയല്ല. പിന്നെ ഇല്ലേ ഇതിൻ്റെ മുകളിൽ ഞാൻ വെച്ച് കൊടുത്ത ടൂട്ടി ഫ്രൂട്ടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ സാധാരണ ദിൽഖുഷ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു വെളുത്ത എള്ളൊക്കെ അല്ലേ ഉണ്ടാവാറ്. ഞാനിതിപ്പോൾ അതൊരു വെറൈറ്റി ആക്കി ഇതിങ്ങനെ ടൂട്ടി ഫ്രൂട്ടിനെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളി ഇടാമെന്ന് പറയായിരുന്നേ, അതും നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫില്ലിങ്ങിലും ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം. പുതിയ വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു.